നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതുരാജിന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റി. സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. YS അഭിനന്ദ് ചേരുകയാണ് ചേന്നമംഗലത്ത് നിന്ന്. അഭിനന്ദ്, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? പോലീസ് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടുകാർ പ്രകോപിതരാകാനുള്ള കാരണം ഈ കൊലപാതകം തന്നെയാണ്? പ്രവിത, പറവൂർ ചേന്ദമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം അന്ന് തന്നെ രൂപപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഋതുരാജുവിന്റെ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരാണ് വീട് ആക്രമിക്കപ്പെട്ടത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ പ്രതിഷേധവുമായി എത്തുകയും ഈ വീട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സിറ്റ് ഔട്ടിന്റെ മുൻവശമാണ് ഇപ്പോൾ തകർന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ വീടിന് മുന്നിലുള്ള ജനാലകളെല്ലാം തന്നെ തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പറവൂർ നാടിനെ നടുക്കി ആകമാനമുള്ള ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി അന്ന് തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി പറവൂർ ചേന്ദമംഗലത്തെ വീട് മുഴുവനും ആക്രമിക്കുന്നത്. ഈ വീട്ടിന് ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഋതുരാജുവിന്റെ അമ്മയും ഒപ്പം തന്നെ അച്ഛനും മറ്റൊരു ബന്ധു വീട്ടിലേക്ക് താമസം മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വലിയൊരു പ്രതിഷേധം ആ സമയത്ത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഒരുപാട് മൊഴികൾ അടക്കം രേഖപ്പെടുത്തുന്നതിന്, അയൽവാസികളുടെയും നാട്ടുകാരുടെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അന്ന് തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഓരോരുത്തരെയായി മൊഴി രേഖപ്പെടുത്തുന്നതിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഓരോരുത്തരെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുന്ന ഒരു നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5:30 വടക്കേക്കര പോലീസ് ഇവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് മാറുന്നത്. ആ 5:30 നാട്ടുകാരിൽ ചിലർ അവരെത്തി ഋതുരാജുവിന്റെ ഈ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വടക്കേക്കര പോലീസ് സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തി സ്ഥിതി ശാന്തമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. 2 പേരെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജനകീയ പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെ ആ സംഭവം സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഋതുരാജുവിനെ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ആ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുക. തെളിവെടുപ്പിനായി ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ഋതുരാജിനെ ഒരിക്കലും വെറുതെ വിടില്ല, തങ്ങൾ അടിക്കുമെന്നടക്കമുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈ കൊലപാതകത്തിന് ശേഷം ഇവിടേക്ക് എത്തുന്ന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഒപ്പം തന്നെ പോലീസിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ ആളുകൾ ഇവിടെ എത്തി ഒരുപാട് പ്രതിഷേധം അടക്കം രേഖപ്പെടുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിൻ്റെ ഒരു പ്രതിഷേധത്തിന്റെ ബാക്കി പത്രം അത് വലിയ ഒരു ജനരോഷമായി മാറുന്നു. ആ ജനരോഷം വീടിന് തകർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇവിടെ ആ സമയത്ത് അമ്മയോ അച്ഛനോ മറ്റോ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസുണ്ട്. 2 പോലീസുകാർ ആ സംഭവ ദിവസം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 3 പേരുടെ ആക്രമണത്തിലേക്കാണ്. ഈ നാട്ടുകാർ പല രീതിയിലുള്ള പരാതികളും പലപ്പോഴും ഈ ഋതുരാജുവിനെ സംബന്ധിച്ചിടത്തോളം നൽകിയിരുന്നു. പറവൂർ പോലീസിലടക്കം നൽകുന്ന സാഹചര്യം ഉണ്ട്. അതിനകത്തൊന്നും കൃത്യമായി ഇടപെടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? അറിയില്ല, ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരെയായിരുന്നു. അപ്പോൾ ചാനലിൻ്റെ വാഹനം കണ്ടിട്ട് കയറിയതാണ്. അതിക്ക് മുൻപ് മൊബൈലിൽ കണ്ടായിരുന്നു പിന്നെ ഋതുവിൻ്റെ വീട് തല്ലി തകർത്തു എന്നുള്ളത്. പക്ഷേ പലരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ തന്നെ ഇവിടെ പോലീസൊക്കെ ഉണ്ടായി? ഉണ്ട്. അപ്പൊ അന്ന് ഈ ഒരു നാട്ടുകാരുടെ ഭാഗത്ത് അന്ന് തന്നെ കുറെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. തെളിവെടുപ്പിനൊക്കെ നാളെ ഇപ്പൊ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അതിന് എന്താണ് ജനവികാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു മൃഗീയമായ ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവമാണല്ലോ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അവരാണെങ്കിൽ ഒരു സാധു മനുഷ്യരായിരുന്നു. അതുതന്നെയാണ് പ്രവിത. ഋതു ജയനെ സംബന്ധിച്ചോളം നേരത്തെയും ഒരുപാട് തരത്തിലുള്ള പരാതികൾ പോലീസിനടക്കം പോയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അത് കൂട്ടക്കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നു. ആ കൂട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധാത്മകമായ സ്വരം നാട്ടുകാരുടെ ഭാഗത്ത് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ അടക്കം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി തെളിവെടുപ്പിനായി എത്തുമ്പോൾ എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഋതുരാജ് ഋതു ജയൻ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചോളം സൃഷ്ടിച്ചിരുന്നു. ആ നാട്ടുകാരുടെ ആ പ്രശ്നങ്ങൾ പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ആ കൊലപാതകത്തിലെ പ്രതിഷേധം അത് അങ്ങനെ തന്നെ ഋതുവിന്റെ വീട്ടുകാർ നിലവിൽ എവിടെയാണ് ഉള്ളത്? ഈ ഋതു സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് നാട്ടുകാർ മുൻപ് തന്നെ പോലീസിൽ പരാതി നൽകിയതാണ്. മാത്രമല്ല, ഋതുവിന്റെ ഭാഗത്തു നിന്ന് സമാനമായ ഭീഷണി മുൻപും ഉണ്ടായിരുന്നു. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവർ പോലീസിൽ പരാതി നൽകിയതാണ്. ഈ കുടുംബം ഇപ്പോൾ എവിടെയാണ്?
പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ദിവസം അന്ന് തന്നെയാണ് ഋതു ജയന്റെ കുടുംബം ഇവിടെ നിന്ന് മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ സ്ഥിരമായ അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം നേരത്തെ ഋതു ജയന് എതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വടക്കേക്കര പോലീസിലടക്കം ഋതു ജയന്റെ അമിതമായ മദ്യപാനം, ഒപ്പം തന്നെ വീട് കയറിയുള്ള ആക്രമണമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വടക്കേക്കര പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. കൂട്ടക്കൊലപാതകത്തിന് ശേഷം പിന്നീട് ഋതു ജയന്റെ മാതാപിതാക്കൾ മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഈ വീട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അടച്ചു പൊട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് ഇന്ന് വൈകിട്ട് 5:30 കൂടി ഇവിടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ പോലീസ് മറ്റൊരു ആവശ്യത്തിനായിട്ട് ഇവിടെ നിന്ന് മാറുന്ന സമയത്താണ് നാട്ടുകാരിൽ ചിലർ ഇവിടെ എത്തുകയും ഈ വീട് ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പ്രവേദ എത്രത്തോളം വലിയൊരു ആക്രമണമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായതെന്ന്. ജനാലകളെല്ലാം അടിച്ചു തകർത്തു. സിറ്റ് ഔട്ടിന്റെ മുൻവശത്തുള്ള ബേസ്മെന്റ് സ്ലാബുകൾ അടക്കം ഇപ്പോൾ തകർന്നു കിടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ നിലവിൽ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ആയിരിക്കും എറണാകുളം പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഋതു രാജുവിന് വേണ്ടിയിട്ടുള്ള ഋതു ജയന് വേണ്ടിയിട്ടുള്ള പോലീസ് എത്തിയത് എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ ഈ ആക്രമണത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? കൂടുതൽ ആക്രമണത്തിലുണ്ടായിരുന്നു. കാരണം പല പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ജനരോഷം വലിയ തന്നെ കുറച്ച് ദിവസങ്ങൾ തന്നെ ഈ പറവൂരിലും ചേന്ദമംഗലത്തും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ പോലീസ് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയതാണ്. ആ കനത്ത സുരക്ഷയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇവിടെ നിന്ന്, അതായത് രഹസ്യമൊഴി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. ഇതിനോടകം തന്നെ പുരോഗമിക്കുന്ന സമയത്താണ് 5:30 കൂടി ഈ ചേന്ദമംഗലത്ത് ഇവിടെ നിന്നും പോലീസുകാർ ഇവിടെ നിന്ന് മാറുന്ന സമയത്താണ് കുറച്ച് ആളുകൾ ഇവിടെ എത്തുന്ന പോലീസ് ഈ വീട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും 2 പേരിലേക്ക് എത്തിയത് ചില CCTV ദൃശ്യങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഇവർ 2 പേരിലേക്ക് പോലീസ് എത്തിയത്. കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനരോഷം അതങ്ങനെ കടുക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അത് വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിത, ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റിയെങ്കിലും സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് YS അഭിനന്ദ് നൽകുന്ന വിവരം. പാർട്ടിയിൽ ഐക്യമുണ്ടാകണമെന്ന പൊതുവികാരമുയർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ തർക്കവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും AP അനിൽകുമാറും. VD സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് AP അനിൽകുമാർ. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം ആരാണ് എന്ന് അനിൽകുമാർ സമിതിയിൽ ചോദിച്ചു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലിം, അഭിപ്രായ ഭിന്നത തുറന്നു പറയുകയായിരുന്നോ? വലിയ തർക്കത്തിലേക്ക് ഈ കാര്യങ്ങൾ നീണ്ടിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു. അതിലേറ്റവും പ്രധാനമായുള്ള ഒരു വലിയ വിമർശനം ഉന്നയിച്ചത് AP അനിൽകുമാറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഈ യോഗത്തിനിടെ സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വണ്ടൂർ MLA കൂടിയായ AP അനിൽകുമാർ ഇടപെട്ടത്. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ആര് എന്നായിരുന്നു അനിൽകുമാറിന്റെ ചോദ്യം. അപ്പോൾ എനിക്ക് പറയാൻ അവകാശമില്ലേ എന്ന് VD സതീശൻ മറുചോദ്യം ചോദിച്ചു. അതിന് പിന്നാലെ ഈ തർക്കം രൂക്ഷമാകുന്നത് കണ്ട് SC വേണുഗോപാൽ ഇടപെടുകയായിരുന്നു. അതിന് പിന്നാലെ പ്രസംഗം പൂർത്തിയാക്കാതെയാണ് VD സതീശൻ ഇരുന്നത്. മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭയമില്ലാതായിരിക്കുന്നു. മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ വസതി, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ വസതിയൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ കൂടി അഭയകേന്ദ്രമായിരുന്നു, പ്രവർത്തകർക്കും അഭയകേന്ദ്രമായിരുന്നു. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വന്നതിന് പിന്നാലെ അങ്ങനെ അല്ലാതായി മാറിയിരിക്കുന്നു എന്നൊരു വിമർശനം ശുഭ്രാട് രാജശേഖരനും ഉയർത്തി. അതേസമയം പാർട്ടിയിൽ ഐക്യമുണ്ടാകണം എന്നുള്ളതായിരുന്നു നേതാക്കൾ ഈ രാഷ്ട്രീയ സമിതിയിൽ ഉടനീളം പുലർത്തിയ ഒരു പൊതുവികാരം. മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നല്ല സന്ദേശമല്ല പൊതുസമൂഹത്തിൽ കൊടുക്കുക. ഐക്യം വേണമെന്ന് മാത്രമല്ല, ഐക്യമുണ്ട് എന്ന് പൊതുജനങ്ങളെ അറിയിക്കുക കൂടി വേണം എന്നുകൂടി പറയുകയും ചെയ്തു. ഇതേ യോഗത്തിൽ ഐക്യമില്ലെങ്കിൽ താൻ സ്ഥാനം ഒഴിയുമെന്നും താൻ ചുമതല ഒഴിയുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞിരുന്നു. പ്രവിത, ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഗസയിൽ വെടിനിർത്തൽ കരാറിൽ ബന്ദി കൈമാറ്റം തുടങ്ങി. വിട്ടയച്ച 3 ബന്ദികളും സൗത്ത് ഇസ്രായേലിലെ ആദ്യ പോയിന്റിൽ എത്തി. വിഷ്ണു എസ് വിജയൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, 15 മാസത്തിന് ശേഷമാണ് ബന്ദികൾ മോചിതരാകുന്നത്. ഇവർ ആരൊക്കെയെന്നുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ഇസ്രായേലിന് കൈമാറിയിരുന്നു ഹമാസ്. ഇവരാരൊക്കെയെന്ന വിവരം നിലവിൽ പുറത്തു വരുന്നുണ്ടോ? പ്രവിത, ഗസയിൽ നിന്ന് സമാധാനത്തിന്റെ ആദ്യ വാർത്തകൾ പുറത്തു വരികയാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം
3 ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരിക്കുന്നു. ഈ 3 പേരും ഇസ്രയേലിൽ നിന്നുള്ള വനിതകളാണ്. ഈ വനിതകളെ വിട്ടയച്ചുകൊണ്ടുള്ള ഈ വനിതകളെയും കൊണ്ടുള്ള റെഡ് ക്രസന്റ് സംഘത്തിൻ്റെ ആദ്യ വാഹനം സൗത്ത് ഇസ്രയേലിൽ എത്തിയിരിക്കുന്നു. ഈ സൗത്ത് ഇസ്രയേലിൽ ഇതിനുവേണ്ടി ഈ ബന്ദികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിരുന്നു. ഈ ക്യാമ്പിലേക്കാണ് ഈ ബന്ദികളെ കൊണ്ടുവന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ഒരു വലിയ സംഘം ഈ 3 വനിതകളെയും സ്വീകരിച്ചു. അതിനുശേഷം ഇവരെ വിദഗ്ധ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷം ഇവരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ലോകം ഞെട്ടിവിറച്ചു നിന്ന നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഹമാസും ഇസ്രയേലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. 46,000 പേരുടെ ജീവനെടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി ആയി മാറിയ ഗസ യുദ്ധത്തിന് ഒരു വിരാമം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ബന്ദിമോചനത്തിന് പിന്നാലെ തന്നെ ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്ന 95 പലസ്തീൻ സ്വദേശികളെ വിട്ടയക്കും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇതായിരുന്നു കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സന്ധി എന്ന് പറയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 3 ഇസ്രയേൽ പൗരന്മാരെ വിട്ടയക്കുമ്പോൾ 95 പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ വിട്ടയക്കും എന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട കരാർ ഉണ്ടായിരുന്നത്. ആ കരാർ ഇപ്പോൾ ഇരു കൂട്ടരും, അതായത് ഹമാസും ഇസ്രയേലും അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നീക്കമാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ വിട്ടയക്കാനായിരുന്നു ഹമാസ് തീരുമാനിച്ചിരുന്നത്. ഈ 33 ബന്ദികൾ ആരൊക്കെയാണ് എന്നതിൽ ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളുമൊക്കെ ഇസ്രയേലിനുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഈ കരാർ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു നിമിഷത്തിലേക്ക് വരെ എത്തി. കാരണം ഗസയിൽ നിന്ന്, അതായത് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഈ ബന്ദികൾ ആരൊക്കെയാണ് എന്നുള്ള തരത്തിൽ ഒരു വിവരണം ലഭിച്ചിരുന്നില്ല. ഈ വിവരണം ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ആ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഹമാസ് ഈ 3 പേരുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇവരുടെ പ്രൊഫഷൻ എന്താണെന്നും വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാർ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്താൻ വേണ്ടി. ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രയേൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. ഹമാസും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ലോകം കണ്ട മഹായുദ്ധത്തിന് വിരാമമായിരിക്കുന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത്. വിഷ്ണു എസ് ശ്രീജനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗസയിലെ വെടിനിർത്തൽ കരാറിൽ ബന്ദി കൈമാറ്റം തുടങ്ങി വിട്ടയച്ച 3 വനിതകളായ ബന്ദികളും സൗത്ത് ഇസ്രായേലിലെ ആദ്യ പോയിന്റിൽ എത്തി. മറ്റൊരു വാർത്ത, കോഴിക്കോട് നരിക്കുനിയിൽ വനിതാ SIക്കും പോലീസുകാർക്കും നേരെ ആക്രമണം. കാക്കൂർ സ്റ്റേഷനിലെ വനിതാ SI ജീഷ്മ, ASI ദിനേശൻ, സിവിൽ പോലീസ് ഓഫീസർ രജീഷ് എന്നിവരെയാണ് ആക്രമിച്ചത്. സംഭവത്തിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. മിഥില, ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്? പോലീസുകാർക്ക് വലിയ പരുക്കേറ്റിട്ടുണ്ടോ? പ്രവിത, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാക്കൂർ സ്റ്റേഷനിലെ SI ജീഷ്മ, ഒപ്പം തന്നെ ASI ദിനേശൻ, സിവിൽ പോലീസ് ഓഫീസർ രജീഷ് എന്നിവർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അവരിപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ്. അവരെ ഇപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം എന്നത് ഈ നരിക്കുനിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം കണ്ടു എന്ന് പോലീസിൽ വിവരം ലഭിക്കുന്നു. അത് പ്രകാരം ഇവർ വാഹന പരിശോധനയ്ക്കായി എത്തിയതായിരുന്നു. ആ സമയത്ത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ ചോദിച്ചായിരുന്നു SIയും മറ്റു പോലീസുകാരും. ഈ സമയത്താണ് SIയുടെ കയ്യിൽ കയറി പിടിക്കുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരുടെ യൂണിഫോമിൽ പിടിച്ച് ഇവർക്ക് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഈ സംഭവത്തിൽ ഇപ്പോൾ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പേരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്: ബാബുരാജ്, കുന്നമംഗലം സ്വദേശി ബാബുരാജ്, വെള്ളിപ്പറമ്പ് സ്വദേശി പ്രശാന്ത്, വെള്ളിപ്പറമ്പ് സ്വദേശി സനൂപ്, സൈബർ പാർക്ക് സമീപം, അതായത് കോഴിക്കോട് ടൗൺ തന്നെ രാജേഷ്. ഇവരെയാണിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാലും ഈ പോലീസുകാരുടെ പരുക്ക് ഗുരുതരമല്ല. ഇപ്പോഴും അവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണുള്ളത്. കവിത. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അസമിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ പരാമർശത്തിനെതിരെ ഗുവാഹത്തിയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിനെതിരെ മോൻജിത്ത് ചോട്യ എന്നയാളാണ് പരാതി നൽകിയത്. ഭാരതീയ ന്യായ സംഹിത 152, 197, 1 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. രാഹുൽ ഗാന്ധി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിച്ചുവെന്നും പരാമർശം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു.
പാലക്കാട് കഞ്ചിക്കോട്ട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. വിഷയം നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. എക്സൈസ് മന്ത്രി പ്രൊപ്പഗൻഡ മാനേജറാണെന്ന് വി.ഡി. സതീശൻ പരിഹസിച്ചു. ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വൻകിട മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ പ്രാരംഭ അനുമതി നൽകിയത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ടെൻഡർ വിളിക്കാതെ കമ്പനിയെ തെരഞ്ഞെടുത്തത് ദുരൂഹം. ഡൽഹിയിലും പഞ്ചാബിലും കേസിൽപ്പെട്ട കമ്പനിയെ പരിഗണിച്ചതിൽ അഴിമതി, ജലലഭ്യത, പരിമിതമായ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചില്ല തുടങ്ങിയവയാണ് പ്രതിപക്ഷാരോപണങ്ങൾ. അതേസമയം എല്ലാം സുതാര്യമാണെന്നാണ് എക്സൈസ് മന്ത്രി എം.പി. രാജേഷിന്റെ പ്രതികരണം. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സംശയത്തിനും വ്യക്തതയുണ്ടാക്കും. ഇനി ബാക്കി അസംബ്ലി വരട്ടെ. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള നീക്കം ഒയാസിസ് കമ്പനിയുമായി നേരത്തെ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമെന്ന് എം.പി. രാജേഷിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. നേരത്തെ ഈ ഡീല് തുടങ്ങിയതാണ് ഈ കമ്പനി ആയിട്ട് മാത്രം. വേറെ ഒരു കമ്പനിക്കും കേരളത്തിൽ ഒരാൾക്കും, ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അല്ലാതെ ഒരാൾക്കും ഇതറിയില്ല. ഇതിപ്പോ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ത്യയിലെ വേറെ ഒരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞില്ല. സർക്കാർ പുതിയ മദ്യനയം രൂപീകരിച്ചത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണെന്ന് പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠൻ വിമർശിച്ചു. എക്സൈസ് മന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ബ്രൂവറി അനുമതിയിലെ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. 24 തിരുവനന്തപുരം. CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു UDF-ലേക്കെന്ന് സൂചന. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് CPIM നേതാക്കൾക്കെതിരെ പരാതി നൽകും. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം CPIM നിഷേധിച്ചു. CPIM DYFI നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമാണ് കലാരാജു ആവർത്തിക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം തള്ളിയ കലാരാജു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റിയെന്നും വസ്ത്രം വലിച്ചു കീറുകയും കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചു. നമ്മൾ ഒരുപാട് ഇത്രയും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടിയിലേക്ക് ഉന്തി കയറ്റി, പിന്നെ ഒരു DYFIയുടെ സഹാവ് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവരെ അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കാല് എന്നെ ഡോർ, അപ്പോൾ പറഞ്ഞു കാലവിടെ ചെന്നിട്ട് വെട്ടിത്തരാടി എന്ന് പറഞ്ഞു എന്നോട്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം പോലീസും കൂട്ടുനിന്നതായി കലാരാജു ആരോപിച്ചു. 25 വർഷമായി തുടരുന്ന പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനാണ് തീരുമാനം. UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ആലോചിക്കുമെന്നും കലാരാജു വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തട്ടിക്കൊണ്ടുപോകലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആ DYSPയോട് വിളിച്ച് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്? തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ. എന്നിട്ട് അവരോട് അവരുടെ മൊഴി വരെ ഇതുവരെ ഒപ്പിട്ട് മേടിച്ചിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന ഈ നാണം കെട്ട പോലീസ്. ആരോപണം തള്ളിയ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്ന വിചിത്രവാദവുമായി രംഗത്തെത്തി. രാവിലെ സംഭവത്തിന് മുമ്പ് CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേരത്തെ വിളിക്കുമ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരില്ല, അവരുടെ ബന്ധുക്കളെ തന്നെ അവരില്ല. അപ്പോൾ അവരെ ആരോ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അവരെ. നിലവിൽ മകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിലടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് നീക്കം. 24 കൊച്ചി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി. ജനിച്ചയുടൻ വാക്സിൻ എടുത്ത കുഞ്ഞിന്റെ തുടയിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തി. മറ്റൊരു ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെയാണ് സൂചി കണ്ടെത്തിയത്. കണ്ണൂർ പെരിങ്ങോത്തെ ശ്രീജു രേവതി ദമ്പതികളുടെ കുഞ്ഞിനാണ് ദിവസങ്ങളോളം വേദന അനുഭവിക്കേണ്ടി വന്നത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും എത്ര ദിവസമായി കുഞ്ഞ് ഉറങ്ങൂല രാത്രി വേദന എടുത്തിട്ട്. അപ്പോൾ ഇന്നലെ അവിടെ പോയിട്ട് സൂചി എടുത്താൽ പിന്നെയാണ് കുഞ്ഞൊന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ആശുപത്രി അപ്പോൾ അവിടെ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയത്. അപ്പോൾ അവർ അവിടുന്ന് കാഷ്വാലിറ്റി എന്ന സിസ്റ്റർമാർ അതൊന്ന് ക്ലീൻ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് നീടിൻ്റെ തല പുറത്തേക്ക് കണ്ടു. അത് പിന്നെ അവർ വലിച്ചെടുക്കുക ചെയ്തത്. 2 ഇഞ്ചക്ഷൻ എടുത്തു. ജനിച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ പിന്നെ അവിടുന്ന് അവർ തന്നെ എടുത്തത്. പിന്നെ അവിടെ പെരിയാരത്ത് വാക്സിനേഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് അവരെ സിസ്റ്റർമാർ തന്നെ കുഞ്ഞിൻ്റെ അടുത്തിട്ട് പോയിട്ട് അവർ തന്നെ ഇഞ്ചക്ഷൻ വെച്ചത്. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ചാൽ പഴുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ പഴുപ്പാന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ 14 ദിവസം കാര്യമാക്കിയില്ല. പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ട് അവിടെ തന്നെ പോയിട്ട് കാണിച്ചു. അന്നേരം അവരും പറഞ്ഞില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ച് 10 ദിവസം പിന്നിടുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ല. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഉപവാസം തുടരുകയാണ്. അതേസമയം കേന്ദ്രം
ആരോഗ്യ മേഖലയ്ക്ക് പണം അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കാരുണ്യം വഴി മരുന്ന് ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കലെന്ന് വിതരണക്കാർ നിലപാട് കടുപ്പിച്ചതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം രൂക്ഷമായത്. പരിഹാരം ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഏകദിന ഉപവാസം തുടരുകയാണ്. പാവപ്പെട്ടവർക്ക് ഏക ആശ്രയം മെഡിക്കൽ കോളേജാണ്. പക്ഷെ അവർക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഒന്നും അനങ്ങുന്നില്ല. ഞാൻ 3 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, ആരോഗ്യമന്ത്രി കത്ത് കൊടുത്തതാണ്, കലക്ടറോട് പറഞ്ഞതാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം മുഴുവനും. എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ കേന്ദ്രം ആരോഗ്യ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നില്ലെന്നും 800 കോടി രൂപ നൽകാനുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാരുണ്യ വഴി മരുന്ന് ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള അധികമായിട്ട് മരുന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും. KMCLന്റെ സപ്ലൈ ചെയിന് പുറത്തുള്ളതാണിത്. അത് ലോക്കലിയാണ് ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള കുടിശ്ശിക മൂലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് സമാന്തരമായി കാരുണ്യ ഫാർമസി വഴി ഈ മരുന്നുകൾ അവൈലബിൾ ആക്കുന്നതിന് തീരുമാനിച്ചു. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് വിതരണക്കാർ മരുന്ന് വിതരണം അവസാനിപ്പിച്ചത്. 24 കോഴിക്കോട്. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയ ഗുളികയ്ക്കുള്ളിൽ മുട്ടുസൂചി കിട്ടിയെന്ന വീട്ടമ്മയുടെ പരാതി വ്യാജമെന്ന് ആരോഗ്യവകുപ്പ്. മുട്ടുസൂചി ഗുളികയ്ക്കുള്ളിൽ ഇരുന്ന ലക്ഷണമില്ല എന്നും പേപ്പറിൽ കുത്തിവെച്ച പോലെ 2 വശങ്ങളിലും തുരുമ്പെടുത്ത നിലയിലാണെന്നും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകി. മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിക? കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കണതാണ്. എന്റെ ദൈവമേ. വിതുര മേമല ഉരുളുകുന്ന് സ്വദേശി വസന്തയാണ് ഗുളികയിൽ നിന്ന് മുട്ടുസൂചി കിട്ടിയെന്ന് പരാതിപ്പെട്ടത്. വിതുര താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്ന് ശ്വാസം മുട്ടലിന് വാങ്ങിയ ഗുളിക സംശയം തോന്നി പൊളിച്ചുവെന്നും 3 ഗുളികകളിൽ നിന്ന് മുട്ടുസൂചി ലഭിച്ചു എന്നുമായിരുന്നു പരാതി. വൈകുന്നേരം കഴിക്കണം, 2 നേരം കഴിക്കാനുള്ള ഗുളികയാണ്. അപ്പോൾ വൈകുന്നേരം കഴിക്കണമെങ്കിൽ ആ ഗുളിക ഞാൻ പൊട്ടിച്ച് വെച്ചപ്പോൾ അത് എടുത്തപ്പോൾ പൊടി കുറവുപോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിന് ഒന്ന് ഞെരടി നോക്കിയപ്പോൾ അതിൽ കമ്പ് പോലെ കൊള്ളണമുണ്ട്. ഞാൻ എൻ്റെ അടപ്പ് വലിച്ചു ഊരിയപ്പം അത് നോക്കിയപ്പോൾ അതിലൊരു ഇരുമ്പ് തുണ്ടാണ്, ഈ മുള്ളാണി പോലത്തെ ഒരു ആയുധങ്ങൾ. അപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ട് അടുത്തെനിക്ക് വെപ്രാളമല്ലേ, അപ്പോൾ അടുത്തൊരു ഗുളിക പൊട്ടിച്ചത് കഴിക്കാമെന്ന് പറഞ്ഞാണ് അടുത്തത് കൂടെ പൊട്ടിച്ചത്. അതിൽ നിറച്ച് പൊടിയുണ്ടായിരുന്നു. എനിക്ക് സംശയം ഇത് കണ്ടതുകൊണ്ട് അതിലുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് തട്ടി നോക്കിയപ്പോൾ അതിൽ ഇത് കാണുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിലൂടെ ഇവരുടെ പരാതി വീഡിയോ പ്രചരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലായി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS ശ്രീനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വസന്തിയെ നേരിൽ കണ്ട് വിവരം ശേഖരിച്ചു. ബാക്കിയുണ്ടായിരുന്ന ഗുളികകളും മുട്ടുസൂചിയും പരിശോധിച്ചു. പേപ്പറിൽ കുത്തിവച്ചതുപോലെ 3 മുട്ടുസൂചികളും 2 അറ്റം മാത്രം തുരുമ്പെടുത്ത നിലയിലാണ്. ഗുളികകളുടെ ഘടനയ്ക്കോ ഗുണനിലവാരത്തിനോ വ്യത്യാസമില്ല. ഇതേ ബാച്ചിലുള്ള മറ്റ് ഗുളികകൾക്കും പ്രശ്നമില്ല. ഗുളിക കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് എക്സ്റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായതോടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയത്. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തീപിടുത്തം. നിരവധി ടെന്റുകൾ കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരുക്കില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സാഹചര്യം വിലയിരുത്തി. മഹാകുംഭമേള പ്രദേശത്തെ സെക്ടർ 19 ഗീതാ പ്രസിന്റെ ടെന്റിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. സമീപത്തെ ടെന്റുകളിലേക്ക് തീ അതിവേഗം പടർന്നു. അഗ്നിരക്ഷാസേനയും NDRFും പോലീസും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ADG ഭാനു ഭാസ്കർ. 3 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. തീപിടുത്തത്തിൽ നിരവധി ടെന്റുകൾ കത്തിനശിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അപകടസ്ഥലം സന്ദർശിച്ചു. മഹാകുംഭമേളയോടനുബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. 24 ഡൽഹി.
ജമ്മു കാശ്മീരിലെ രജൌരിയിലെ ദുരൂഹമരണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതി അന്വേഷണം തുടങ്ങി. 6 ആഴ്ചയ്ക്കിടെ 16 പേരാണ് നാഡികളെ ബാധിക്കുന്ന വിഷബാധയെ തുടർന്ന് മരിച്ചത്. ജനങ്ങളിലേക്ക് എങ്ങനെ ന്യൂറോടോക്സിൻ പടർന്നുവെന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉത്തരവിട്ടു. ജമ്മു കശ്മീരിലെ രജോരി ജില്ലയിലെ ബുദൽ ഗ്രാമത്തിലാണ് തുടർച്ചയായുള്ള മരണങ്ങൾ ആശങ്ക ഉയർത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 7 മുതൽ ജനുവരി 17 വരെ 16 പേരാണ് അജ്ഞാത അസുഖത്തെ തുടർന്ന് മരിച്ചത്. അസുഖബാധിതരായി മരിച്ചവരെല്ലാം 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരാണ്. പകർച്ചവ്യാധിയോ ബാക്ടീരിയ, ഫംഗസ് ബാധയോ അല്ല കാരണമെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലും നടത്തിയ പരിശോധനകളിൽ വ്യക്തമായി. തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചത്. പനി, തലകറക്കം, ബോധക്ഷയം എന്നീ രോഗലക്ഷണങ്ങളാണ് മരിച്ചവർക്ക് ഉണ്ടായത്. ചികിത്സയ്ക്കെത്തി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവർ 45 ദിവസത്തിനുള്ളിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്ന ന്യൂറോടോക്സിനുകളുടെ സാന്നിധ്യം മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയതായി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോഹർലാൽ റാണ പറഞ്ഞു. ജനങ്ങളിലേക്ക് എങ്ങനെ ന്യൂറോടോക്സിൻ പടർന്നു എന്നന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉത്തരവിട്ടു. ഗ്രാമത്തിൽ സുരക്ഷയും സഹായവും ഒരുക്കുന്നതിനായി സൈന്യത്തെ വിന്യസിച്ചു. 24 ഡൽഹി. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കുടുംബം. തിരുനെല്ലി അപ്പപ്പാറയിലാണ് കുഞ്ഞുൾപ്പെടെയുള്ള സംഘം സഞ്ചരിച്ച ബൈക്കിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. തിരുനെല്ലി ക്ഷേത്രം റോഡിൽ അപ്പപ്പാറയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. പിഞ്ചുകുഞ്ഞടങ്ങുന്ന കുടുംബം തിരുനെല്ലി ഭാഗത്ത് നിന്ന് മാനന്തവാടി ഭാഗത്തേക്ക് വരികയായിരുന്നു. നടുറോഡിൽ ആനയെ കണ്ടതോടെ വാഹനം നിർത്തി. ആന കുറച്ചു മാറിയതോടെ ബൈക്ക് മുന്നോട്ടെടുത്തു. ഇതോടെ ആന ബൈക്കിന് പിന്നാലെ പാഞ്ഞടുക്കുകയായിരുന്നു. ബൈക്ക് യാത്രികന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് രക്ഷപ്പെടാനായത്. എതിർദിശയിൽ വന്ന 5-ാം മൈൽ സ്വദേശി സിറാജാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. സിറാജ് സഞ്ചരിച്ച കാർ പിന്നോട്ടെടുത്താണ് രക്ഷപ്പെട്ടത്. പിന്നീട് ആന കാട് കയറിയതോടെയാണ് യാത്ര തുടരാനായത്. 24 വയനാട്. അതിരപ്പള്ളിയിൽ മസ്തകത്തിന്റെ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വരുന്നു. ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ട പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കുന്നതിനുള്ള ഔദ്യോഗിക ഉത്തരവ് നാളെ പുറത്തിറങ്ങും. 24 ബിഗ് ഇംപാക്ട്. മസ്തകത്തിൽ വെടിയേറ്റതിന് സമാനമായ മുറിവുമായി കഴിയുന്ന ആനയുടെ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ടു. എന്നാൽ ആനകൾ കുത്തുകൂടുന്നതിനിടയിലുണ്ടായ മുറിവാണെന്നും മുറിവുണങ്ങി തുടങ്ങിയതിനാൽ ചികിത്സിക്കേണ്ട കാര്യമില്ലെന്ന നിലപാടിലുമായിരുന്നു അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് വീണ്ടും 24 പുറത്തുവിട്ടു. ശ്വാസമെടുക്കുമ്പോൾ ഉൾപ്പെടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്നതായിരുന്നു ദൃശ്യം. ആനയുടെ ശാരീരികാവശത വെളിവാക്കുന്ന ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നിർണായക ഇടപെടൽ. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ച ആനയ്ക്ക് തുടർ ചികിത്സ ഉറപ്പാക്കും. നാളെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പിടികൂടി ചികിത്സിക്കും. മെഡിക്കൽ സംഘം രൂപീകരിച്ചാൽ 2 ദിവസത്തിനകം ഡോക്ടർ അരുൺ സക്രിയ അതിരപ്പള്ളിയിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. 24 തൃശൂർ. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA ആശുപത്രിയിൽ സന്ദർശിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണർ ഉമാ തോമസ് MLAയുമായി ദീർഘനേരം സംസാരിച്ചു. ആരോഗ്യനില മെച്ചപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഡോക്ടേഴ്സ് മികച്ച പരിചരണമാണ് ഉറപ്പാക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. നിയമസഭാ സാമാജിക എന്നുള്ള പ്രവർത്തനത്തിൽ എത്രയും വേഗം മടങ്ങിയെത്തട്ടെ എന്നും ഗവർണർ ആശംസിച്ചു. Doctors are doing all the things and they are very happy about her progress, and I pray the God for her speedy recovery, and she will join the services and join the assembly session also soon so that she gets still better. അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റലിൽ കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം.
PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയ 4 പേരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കണം. കോട്ടയ്ക്കലിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് 23 പേരാണ്. കോട്ടയം കടുത്തുരുത്തിയിൽ ഓൺലൈൻ തട്ടിപ്പിനിരയായി വൈദികൻ. വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ വൈദികന് നഷ്ടമായത് 1,41,00,000 രൂപ. തട്ടിപ്പ് നടത്തിയത് അമിത ലാഭം വാഗ്ദാനം ചെയ്ത്. പരാതിയെ തുടർന്ന് നഷ്ടമായ തുകയിൽ 28 ലക്ഷം രൂപ കടുത്തുരുത്തി പോലീസ് തിരിച്ചുപിടിച്ചു. പ്രമുഖ ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷന്റെ വ്യാജ പതിപ്പിലൂടെയാണ് വൈദികനിൽ നിന്നും 1,41,00,000 രൂപ തട്ടിയത്. 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ആദ്യം 50 ലക്ഷവും പിന്നീട് 17 ലക്ഷവും ഇടപാടുകാർ നൽകി. വാഗ്ദാനം ചെയ്ത രീതിയിൽ തന്നെ പണം തിരികെ ലഭിച്ചതോടെ പലരിൽ നിന്നായി 1.41 കോടി രൂപ വൈദികൻ വീണ്ടും നിക്ഷേപിച്ചു. എന്നാൽ വലിയ തുക നിക്ഷേപിച്ചതോടെ ലാഭം തിരിച്ചു ലഭിച്ചില്ല. പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെയാണ് തട്ടിപ്പാണെന്ന് വൈദികന് മനസ്സിലായത്. പിന്നാലെ കടുത്തുരുത്തി പോലീസിൽ 3 ദിവസം മുൻപ് പരാതി നൽകി. ഈ അന്വേഷണത്തിൽ നോർത്ത് ഇന്ത്യയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തി. അക്കൗണ്ടിൽ നിന്ന് മറ്റ് പല അക്കൗണ്ടുകളിലേക്കും പണം കൈമാറിയതായും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പരാതി ലഭിച്ച ഉടൻ തന്നെ ഇടപെട്ടതിനാൽ 28 ലക്ഷം രൂപ ബാങ്കിൽ ഫ്രീസ് ചെയ്യാൻ പോലീസിന് സാധിച്ചു. അക്കൗണ്ടുകളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. പണം നഷ്ടമായ കാസർഗോഡ് സ്വദേശിയായ വൈദികൻ കോതനല്ലൂരിലെ ഒരു പള്ളിയിൽ വൈദിക ശുശ്രൂഷ ചെയ്തു വരികയാണ്. 24 കോട്ടയം. സഞ്ജു സാംസണിനെതിരെ ആഞ്ഞടിച്ച KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. സഞ്ജുവിന്റെ രീതി യുവതാരങ്ങൾക്ക് ചേർന്നതല്ല. സഞ്ജു പലതവണ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും KCA കണ്ടില്ല എന്ന് വെക്കുകയായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അല്ല സഞ്ജു പെരുമാറുന്നത് എന്നും ജയേഷ് ജോർജ് 24നോട് പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ KCAക്കെതിരെ ഡോക്ടർ ശശി തരൂർ MP അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു KCA പ്രസിഡന്റിന്റെ രൂക്ഷ വിമർശനം. ഇന്ത്യൻ താരത്തിന് ചേർന്ന ഉത്തരവാദിത്തത്തോടെയല്ല സഞ്ജു പെരുമാറുന്നതെന്ന് ജയേഷ് ജോർജ് പറഞ്ഞു. സഞ്ജു പലതവണ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും KCA കണ്ടില്ലെന്ന് നടിച്ചു. യുവതാരങ്ങൾക്ക് മാതൃകയാകേണ്ട സഞ്ജു സാംസൺ പലപ്പോഴും തോന്നുന്നത് പോലെയാണ് പെരുമാറുന്നത്. ഈ വർഷം കർണാടകയ്ക്കെതിരെ രഞ്ജി മത്സരത്തിന് ശേഷം മെഡിക്കൽ എമർജൻസി എന്ന പേരിൽ സഞ്ജു ക്യാമ്പിൽ നിന്ന് പോയി. എന്താണ് കാരണമെന്ന് അറിയിച്ചില്ല. അപ്പോഴും സഞ്ജുവിനെ പിന്തുണച്ചു. ടീം സെലക്ഷന് മുമ്പ് BCCI CEO വിളിച്ച് സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി നൽകിയത്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരായ 2020 ടീമിൽ സഞ്ജു നിലവിൽ ഉൾപ്പെട്ടതെന്നും KCA പ്രസിഡന്റ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കളിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അതിന് ഈഗോ അല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെതായ മര്യാദകൾ പാലിക്കണം സഞ്ജു. കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കൊടുത്ത് BCCനെ അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ T20 ടീമിലുണ്ടാവില്ലായിരുന്നു. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ ഏറ്റവും സങ്കടം KCAക്കാണെന്നും വിവാദങ്ങൾ ബാധിക്കുക സഞ്ജുവിന്റെ കരിയറിനെയാണെന്നും KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി 24നോട് പറഞ്ഞു. അപ്പോൾ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റിൻ്റെ തന്നെ ഏറ്റവും മോഡലായിട്ട് നമ്മൾ പുറത്തോട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടീമിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവേണ്ട ആളുകൾ ഞങ്ങളാണ്. ആ സങ്കടത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. 24 കൊച്ചി. സൈബർ തട്ടിപ്പുകാരനെ ജാർഖണ്ഡിൽ നിന്നും കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി. കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിനിയായ ഡോക്ടറുടെ 10,75,000 രൂപ കവർന്ന കേസിലാണ് ജാർഖണ്ഡ് ജാംതാര കർമ്മത്താർ സ്വദേശിയായ അക്തർ അൻസാരി പിടിയിലായത്. ഇയാൾ അടങ്ങുന്ന 15-അംഗ സംഘം 30 കോടി രൂപ സൈബർ തട്ടിപ്പിലൂടെ സമ്പാദിച്ചുവെന്ന് കണ്ടെത്തി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ തട്ടിപ്പ് നടത്തി ഉപേക്ഷിച്ച ഒരു ഫോണിന്റെ സ്വിച്ച് ഓഫ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് കരുനാഗപ്പള്ളി പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. കരുനാഗപ്പള്ളി SHO ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്ത്രപരമായ ഇടപെടലിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. റാഞ്ചി സ്വദേശിയായ ആശിഷ് കുമാർ സംഘത്തലവനായ 15-അംഗ സംഘമാണ് ടെലികോളിംഗിലൂടെ സൈബർ തട്ടിപ്പ് നടത്തുന്നതെന്നും പോലീസ് കണ്ടെത്തി. ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഗ്രാമീണരുടെ പേരിൽ സിമ്മുകൾ വാങ്ങി തട്ടിപ്പുകാർക്ക് 600 മുതൽ 700 രൂപയ്ക്ക് വരെ വിൽക്കുന്നവർ, വ്യാജ ആപ്പുകൾ നിർമ്മിക്കുന്നവർ, കോൾ സെന്റർ നടത്തി ഇരകളെ വലയിലാക്കുന്നവർ, ഇരകളുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ കൈക്കലാക്കുന്നവർ, ലഭിക്കുന്ന പണം അക്കൗണ്ടുകൾ വഴി മാറ്റിയെടുക്കുന്നവർ എന്നിങ്ങനെ വലിയ ശൃംഖല ഇതിലുണ്ടെന്ന് പോലീസ് പറയുന്നു. കരുനാഗപ്പള്ളി SHO ബിജു, SIമാരായ കണ്ണൻ, ഷാജിമോൻ S, CPO ഹാഷിം, കൊല്ലം സൈബർ SI നിയാസ്,
CPOമാരായ ഫിറോസ്, ഇജാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 1 വർഷത്തിനിടയിൽ സംഘം 30 കോടി രൂപ തട്ടിയെടുത്തതായാണ് വിവരം. മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അക്കൗണ്ടുകൾ വഴി പരസ്യം ചെയ്ത് ആൾക്കാരെ വലയിലാക്കുന്നതാണ് ഇവരുടെ മറ്റൊരു രീതി. തട്ടിപ്പ് നടത്തുന്ന പണം വീതിച്ചെടുത്താണ് ജീവിതം. പ്രതി താമസിച്ച ജാർഖണ്ഡിലെ ജാംതാര കർമ്മത്താർ ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവരാണെന്നും പോലീസ് പറഞ്ഞു. 24 കൊല്ലം. 24 റൗണ്ട് പൂർണ്ണമാകുന്നു.